ശാസ്ത്രീയ ഋഗ്വേദ പഠനം ക്ലാസ് 116. നമ്മൾ മണ്ഡലം 1 അനുഭാഗം 11 58ാമത്തെ സൂക്തമാണ് ഇന്ന് നോക്കുന്നത്. ഇവിടെ അഗ്നിയെ പറ്റിയാണ് പറയുന്നത്. ഇവിടെ പറയുന്ന അഗ്നി എന്ന് പറയുന്നത് ബലപുത്രനായ അഗ്നിയാണ്. ബലപുത്രൻ എന്ന് പറയുമ്പോൾ നമുക്ക് ഈ പുത്രൻ എന്നെല്ലാം കേൾക്കുമ്പോൾ മറ്റേത് ബലം എന്ന് പറയുന്നത് ഒരച്ഛനാണ്, കയ്യും കാലും എല്ലാം ഉള്ള ഒരച്ഛനാണ്, അവൻ്റെ പുത്രനാണ് അഗ്നി ഭഗവാൻ, ഇങ്ങനെയെല്ലാം ചിന്തിച്ചു പോകും. യഥാർത്ഥത്തിൽ ബലപുത്രനായ അഗ്നി എന്ന് പറഞ്ഞാൽ ബലത്തിൽ നിന്ന് ഉത്ഭവിച്ച അഗ്നിയാണ്, ആദ്യമുണ്ടായ അഗ്നിയാണ്. ആദ്യമുണ്ടായ അഗ്നിയുടെ, അതായത് വേണമെങ്കിൽ പ്രാകൃത അഗ്നിയാണ് എന്നെല്ലാം വേണമെങ്കിൽ പറയാം. കാരണം എന്താ, ആദ്യമുണ്ടായ അഗ്നി അരണി കടഞ്ഞെടുത്തിട്ടാണ്. കടഞ്ഞെടുക്കുക എന്ന് പറഞ്ഞാൽ ഉരസിയിട്ട് ബലം പ്രയോഗിച്ചിട്ടുണ്ടാകുന്ന മെക്കാനിക്കലായിട്ടുണ്ടാകുന്ന അഗ്നിയാണ്, ഉരസലിലൂടെ. അപ്പോൾ പണ്ട് കാലത്ത് ആദ്യം ഉണ്ടാക്കിയത് അരണി കടഞ്ഞിട്ടാണ്. എന്തുകൊണ്ടാണ് അരണി കടഞ്ഞതായിരിക്കുക? പണ്ട് കാലത്ത് മനുഷ്യൻ ആദ്യം കണ്ടത് കാട്ടുതീയെല്ലാം ഉണ്ടാകുന്ന മരങ്ങൾ ഉരസിയിട്ട്. അപ്പം മരങ്ങൾ ഉരസിയാൽ തീ ഉണ്ടാവുമെന്ന് മനസ്സിലാക്കി. അങ്ങനെ മരം എടുത്ത് കടഞ്ഞിട്ട്, അരണി കടഞ്ഞിട്ട് അഗ്നി ഉണ്ടാക്കി എന്ന് വേണമെങ്കിൽ നമുക്ക് ചിന്തിക്കാം. അപ്പോൾ ഉരസലിലൂടെ അഗ്നി ഉണ്ടാകും. ആ അഗ്നി ഏതാണ്? സാധാരണ അഗ്നിയാണ്. അഗ്നി എന്ന് പറയുമ്പോൾ വേദത്തിൽ ഊർജമായിട്ട് എടുക്കണം. ഊർജം പല രൂപത്തിലുണ്ട്, ഇലക്ട്രിക്കൽ, മെക്കാനിക്കൽ, കെമിക്കൽ, ഇങ്ങനെയെല്ലാം ഊർജമുണ്ട്. ലൈറ്റ് എനർജി, ഹീറ്റ് എനർജി, ഇങ്ങനെയെല്ലാം പല രൂപത്തിലുണ്ട്. മാഗ്നറ്റിക് എനർജി എല്ലാം ഉണ്ടല്ലോ. പക്ഷെ യഥാർത്ഥ അഗ്നി, ആദ്യം ഉള്ള അടിസ്ഥാനപരമായ അഗ്നി എന്ന് പറഞ്ഞത് ഈ ഉരസിയെടുക്കുന്നതാണ്. അങ്ങനെയാണ് പിൽക്കാലത്ത് അതിനെ തീപ്പട്ടിക്കോലല്ലായിട്ട് തീപ്പട്ടിയായിട്ട് ഉരസിയെടുക്കുന്ന തരത്തിലായത്. ഉരസലിലൂടെ ബലം പ്രയോഗിച്ചിട്ടുണ്ടാക്കുന്ന അഗ്നി, മെക്കാനിക്കൽ അഗ്നി. പിന്നെ ഈ ലൈറ്ററെല്ലാം ഉണ്ടല്ലോ, അതിലും എല്ലാം എന്താണ്, അവിടെ ഒരു ഉരസലാണ്. ഉരസുമ്പോൾ അഗ്നി ഉണ്ടാകുന്നു. ഇപ്പം തീപ്പട്ടിയുടെ പിന്നിലുള്ള, അതായത് സാധാരണ അഗ്നി, നമ്മൾ കത്തിക്കാൻ ഉപയോഗിക്കുന്ന അഗ്നി, ആ അഗ്നിയെ പറ്റിയാണ് ഇവിടെ പറയുന്നത്. ആ ഊർജം, തീ എന്ന രൂപത്തിലുള്ള ഊർജം, അത് ബലത്തിൽ നിന്ന് ഉത്ഭവിച്ചതാണ്. ബലം പ്രയോഗിക്കുമ്പോൾ, ഉരക്കുമ്പോഴുണ്ടാകുന്ന അഗ്നിയാണ്. അപ്പം നമുക്ക് ആ ഒരു അറിവിൻ്റെ അടിസ്ഥാനത്തിൽ നമുക്ക് ഒന്നാമത്തെ മന്ത്രത്തിലേക്ക് പോകാം. ഋഗ്വേദം മണ്ഡലം 1 സൂക്തം 58 1. ഋഷി നോഥ ഗൗതമൻ ദേവതാഗ്നി ഛന്ദസ് ജഗതി നോ ചിത്സഹോജ അമൃതോ നിതുന്ദദേ ഹോദായദ്ദൂതോ അഭവദ്വിവസ്വദഃ വിസാദിഷ്ടേഭി പഥീഭിരജ മമ ആ ദേവതാതാഹ വിഷ വിവാസതി. ബലവാനും ഒരിക്കലും നശിക്കാത്തതുമായ അഗ്നി ഒരിക്കലും നമുക്ക് ദുഃഖം നൽകുന്നില്ല. അവൻ യജമാനൻ്റെ ദൂതനും ഹോതാവുമാണ്. അവൻ തന്നെ അന്തരീക്ഷത്തെ പ്രകടമാക്കുന്നു. യാഗങ്ങളിൽ ഹവ്യം വഴിയായി ദേവതകളെ സേവിക്കുകയും ചെയ്യുന്നു. ഇവിടെ എന്താ പറയുന്നത്? അങ്ങനെ ബലത്താൽ ഉത്ഭവിച്ച അഗ്നി. അപ്പൊ ഏത് അഗ്നിനെ പറ്റിയ നമ്മൾ ഇങ്ങനെ തീപ്പട്ടിയെല്ലാം അരച്ചിട്ട് ഉണ്ടാക്കുന്ന കടഞ്ഞെടുത്ത് എന്ന അഗ്നി, അരണി കടഞ്ഞിട്ട്, ആ അഗ്നി അവിനാശിയാണ്, ഒരിക്കലും നശിക്കുന്നില്ല. അതിൻ്റെ ഇരിപ്പിടം മരത്തിൻ്റെ കമ്പുകളിലാണ്. വേണ്ടപ്പോൾ അതിനെ എടുത്തുപയോഗിക്കുക. ആ അഗ്നി പ്രപഞ്ചം ഉണ്ടായത് മുതൽ നമ്മൾ ഇന്നും
പ്രപഞ്ചമുള്ള കാലത്തോളം അഗ്നിയും ഉണ്ടാകും. അതൊരിക്കലും നമ്മൾ സന്താപം ഉണ്ടാക്കില്ല, അതായത് നമ്മളെ കഷ്ടപ്പെടുത്തില്ല. നമ്മൾ എപ്പം വേണമെങ്കിലും ഉടനെ ഉരസിയാൽ അത് വരും. നമ്മളെ കഷ്ടപ്പെടുത്തില്ല എന്ന് പറഞ്ഞാൽ വൈദ്യുതി എല്ലാം ആണെങ്കിൽ ബില്ലടച്ചിട്ടില്ലെങ്കിൽ ചിലപ്പോൾ കഷ്ടപ്പെടും. പക്ഷെ ഇതിനെ അങ്ങനെ കഷ്ടപ്പെടുത്തില്ല. ഇത് പോയിട്ട് വരച്ചാൽ മതി, ഉടനെ ഏറ്റവും ചീപ്പസ്റ്റ് ആയിട്ടുള്ള ഊർജമാണത് സാധാരണക്കാരൻ്റെ അഗ്നി. അതുകൊണ്ട് ആരെയും കഷ്ടപ്പെടുത്തില്ല. അവൻ ദൂതനാണ്, യജമാനന്റെ ദൂതനാണ്. അതുപോലെ ഹോതാവും ആക്കപ്പെട്ടിരിക്കുന്നു. യജമാനന് ഏത് സമയത്തും ആവശ്യത്തിന് എത്തിച്ചേരുന്ന സംഗതിയാണ് ഈ അഗ്നി. അവനാണ് അന്തരീക്ഷത്തെ പ്രകടമാക്കിയത്. നമ്മൾ അന്തരീക്ഷത്തിലെ പ്രകടമാക്കിയത് എന്ന് പറഞ്ഞാൽ അന്തരീക്ഷത്തിൽ നമ്മൾ നോക്കുമ്പോൾ ഒരു പ്രത്യേക രൂപത്തിലെല്ലാം കാണുന്നുണ്ടെങ്കിൽ അന്തരീക്ഷത്തിൻ്റെ പ്രത്യേകത എന്താണ്? അവിടെ പൊടിപടലങ്ങളും അതുമെല്ലാം ഉണ്ട്. ഈ കത്തുമ്പോഴാണ് പുകരൂപത്തിൽ അന്തരീക്ഷത്തിൽ വ്യാപിക്കുന്നത്. അന്തരീക്ഷമെല്ലാം ഉണ്ടാകുന്നതിന് കാരണം തന്നെ കത്തിക്കുമ്പോൾ കാർബണിൻ്റെ പൊടികൾ മുകളിലേക്ക് വരും, ജലകണങ്ങളെല്ലാം വരും, അത് മേഘമായി തീരും. അപ്പോൾ അതാണ് അന്തരീക്ഷത്തെ പ്രകടമാക്കുന്നത്. യാഗങ്ങളിൽ ദേവതകളെ സേവിക്കുകയും ചെയ്യുന്നു. ഒരു യജ്ഞം നടക്കുമ്പോൾ ദേവതകളെ സേവിക്കുക എന്ന് പറഞ്ഞാൽ നമ്മൾ ഉപയോഗിക്കുന്ന വസ്തുക്കളെയാണ് ദേവതകൾ. പ്രപഞ്ചത്തിലുള്ള എല്ലാ വസ്തുക്കളും ദേവതകളാണ്. ചോറ് വയ്ക്കുകയാണെങ്കിൽ അരിയും വെള്ളവും ദേവതയാണ്. അപ്പോൾ അവിടെ ദേവതകളെ സേവിക്കുന്നു എന്ന് പറഞ്ഞാൽ അരിയും വെള്ളവും ചേർത്തിട്ട് അടിയിൽ ചൂടാക്കി കഴിഞ്ഞാൽ ആ അരിക്ക് പദമുള്ള അവസ്ഥയിലേക്ക് മാറാൻ സഹായിക്കുന്നു, ദേവതകളെ സഹായിക്കുന്നു. അവിടെ ഉപയോഗിക്കുന്ന വസ്തുക്കളെ വേറൊന്നായി മാറാൻ, നല്ലൊരവസ്ഥയിലേക്ക്, വില കൂടിയ അവസ്ഥയിലേക്ക് മാറാൻ സഹായിക്കുന്നത് അഗ്നിയാണ്. ഇനി 2 ഋഗ്വേദം മണ്ഡലം 1 സൂക്തം 58-2 ആസ്വമാത്മ യുവമാനോ അജര തൃഷ്വ വിശ്വന്ന തസേഷു തിഷ്ഠതി അത്യോന പൃഷ്ടം പൃഷിതസ്യ രോചതേ ദിവോ ന സാനുസ്തനയൻ അജിക്രദത്. ജലം ബാധിക്കാത്ത അഗ്നി ഹവിസുകളെ തിന്നുകൊണ്ട് വിറകുകളിൽ പടർന്നു പിടിക്കുന്നു. നെയ് കൊണ്ട് സ്നിഗ്ധമായ ഇവൻ്റെ മുതുക് അശ്വത്തിൻ്റെ പുറം പോലെ പ്രകാശിക്കുന്നു. ആകാശത്തിലെ മേഘഗർജനം പോലുള്ള ശബ്ദത്തോടുകൂടിയ ജ്വാലകളെ അവൻ പ്രകടമാക്കുന്നു. ജരാരഹിതനാണ് ഈ അഗ്നി. അഗ്നിക്ക് ജര പിടിക്കുക എന്ന് പറഞ്ഞാൽ നമുക്ക് ജര പിടിക്കുക, നര വരുന്ന എല്ലാം ഇപ്പോഴാണ് വയസ്സാകുമ്പോൾ. അഗ്നിക്കെന്തില്ല, ഒരിക്കലും വയസ്സാകുന്നില്ല. അഗ്നി എപ്പോഴും അഗ്നി പോലെ തന്നെ, അതിന് വയസ്സാകുന്ന ഒരു പരിപാടി ഇല്ല. അവർ ഹവിസ്സുകളെ ഏകീകരിച്ചുകൊണ്ട് വിറകിൽ പടർന്നു പിടിക്കും. ഹവിസ്സുകളെ ഏകീകരിച്ചുകൊണ്ട് നമ്മൾ കൊടുക്കുന്ന വസ്തുക്കളെയെല്ലാം കൂട്ടിച്ചേർത്തുകൊണ്ട് തീയിൽ വിറകിൽ പടർന്നു പിടിക്കും. അതായത് വിറക് കത്തിച്ചിട്ട് നമ്മൾ ചോറ് വെക്കുകയാണെങ്കിൽ ആ അരിയും വെള്ളത്തെയെല്ലാം ഏകീകരിപ്പിച്ചിട്ടാണ് അത് ചോറായിട്ട് മാറുന്നത്. ആ അരിയിൽ വെള്ളം കയറും, എന്നിട്ട് ചെറിയ പ്രവർത്തനങ്ങളെല്ലാം നടത്തിയിട്ടാണ് ചോറായിട്ട് മാറുന്നത്. അപ്പോൾ ഹവിസ്സുകളെ ഏകീകരിച്ചിട്ട് നമ്മൾ കൊടുക്കുന്ന വസ്തുക്കളെയെല്ലാം ഏകീകരിച്ചിട്ട് പുതിയൊരു വസ്തുവാക്കി മാറ്റും. ഇവൻ്റെ മുതുക് നെയ്യോടുകൂടി ചേർത്താൽ ഇവൻ്റെ മുതുക് അശ്വത്തിൻ്റെ പുറം പോലെയാകും. ആ അഗ്നിയുടെ ഷേപ്പ് അശ്വത്തിൻ്റെ പോലെയാകും എന്ന് പറയുകയാണ്, മുതുക് പോലെ. നമുക്കറിയാലോ അഗ്നി കത്തുമ്പോൾ ഏത് ഷേപ്പാണുള്ളത്? ഒരു മുതുകുമാരിയും ഒരു ഷേപ്പിൽ, നല്ല ഷേപ്പിൽ അത് രൂപാന്തരം പ്രാപിക്കും.
ഇവൻ ആകാശത്തിലെ മേഘം പോലെ ജ്വാലകളിൽ ശബ്ദമുണ്ടാക്കും. പുല്ലെല്ലാം കത്തിച്ചു നോക്കിയേ, ആ കത്തുമ്പോൾ പൊട്ടിച്ചിതറിക്കൊണ്ട് കത്തുന്ന ഒരു നല്ല ശബ്ദം, ഇടിമിന്നൽ മാതിരിയുള്ള ഒരു ശബ്ദം ഈ അഗ്നി ഉണ്ടാക്കും. അപ്പോൾ അഗ്നിയുടെ ഈ ഉരച്ചിട്ടുണ്ടാക്കുന്ന അഗ്നിയുടെ സ്വഭാവം പറയുകയാണ് എങ്ങനെ മുതുകുമാരിയാണത് വരിക. അത് കത്തുമ്പോൾ ചിലപ്പോൾ ശബ്ദങ്ങളെല്ലാം പൊട്ടലും ചീറ്റലുമായിട്ടെല്ലാം കത്തും. ഇനി 3 ഋഗ്വേദം മണ്ഡലം 1 സൂക്തം 58-3 പ്രാണാരുദ്രേഭിർവസുഭി പുരോഹിതോ കോദാ നിഷത്തോ രൈഷാളമർത്യാ രഥോനാവിക്ഷസ്വ്രഞ്ച സാനു ആയുഷു വ്യാനുഷുഗ്വാര്യ ദേവൈർണ്വതി. അവിനാശിയായ അഗ്നി രുദ്രൻ്റെയും വസുക്കളുടെയും സമ്മുഖമായി സ്ഥാനം പിടിക്കുന്നു. യജ്ഞസ്ഥാനങ്ങളിൽ ഉപസ്ഥിതനാകുന്നു. പ്രകാശയുക്തമായ അഗ്നി യജമാൻ്റെ സ്തുതികൾ കേട്ട് മനുഷ്യർക്ക് ധനം പ്രദാനം ചെയ്യുന്നു. അമരനായ അഗ്നി, അതായത് എന്നെന്നും നിലനിൽക്കുന്ന മരണനാശമില്ലാത്ത അഗ്നി രുദ്രന്റെയും വസുക്കളുടെയും പക്ഷം ചേർന്ന് സ്ഥാനം പിടിക്കുന്നു എന്ന് പറയാണ്. രുദ്രന്റെയും വസുക്കളുടെയും, രുദ്രൻ എന്ന് പറഞ്ഞാൽ ആറ്റങ്ങളാണ്, വസുക്കൾ എന്ന് പറഞ്ഞാൽ 8 ദിക്കുകളിലുള്ളതാണ്. അത് 2 ചേർത്ത് വെച്ച് വായിക്കുമ്പോൾ കെമിസ്ട്രി പ്രകാരമാണെങ്കിൽ ആറ്റങ്ങൾ എന്ന് പറയുന്നത്, ആറ്റങ്ങളാണ് കത്തലിൻ്റെ എല്ലാം പിന്നിൽ പ്രവർത്തിക്കുന്നത്. രുദ്രന്മാരാണ്, ആറ്റങ്ങളാണ്. കാരണം പേപ്പർ കത്തുന്നുണ്ടെങ്കിൽ പേപ്പർ ആറ്റങ്ങളെ കൊണ്ടാണ്, പുല്ല് കത്തുന്നുണ്ടെങ്കിൽ പുല്ല് ആറ്റങ്ങളെ കൊണ്ടാണ്, പെട്രോൾ കത്തുന്നുണ്ടെങ്കിൽ പെട്രോൾ ആറ്റങ്ങളെ കൊണ്ടാണ്. അപ്പം ആറ്റങ്ങളെ കൊണ്ടുള്ള വസ്തുക്കളാണ് കത്തുന്നത്. അപ്പം അതിനോട് കൂടി ചേർന്നിട്ടാണ് അഗ്നി നിൽക്കുക. മാത്രമല്ല വസ്തുക്കളും ഈ ആറ്റങ്ങളിൽ തന്നെ ഏറ്റവും പുറത്തുള്ള ഇലക്ട്രോണുകൾ, ഓർബിറ്റിൻ്റെ ഏറ്റവും പുറത്തെ ഓർബിറ്റിലെ ഇലക്ട്രോണാണ് കത്തലിൽ പങ്കെടുക്കുന്നത്. അവിടെ 8 ഇലക്ട്രോൺ വരെ ആകാൻ പാടുള്ളൂ. അതാണ് 8 വസ്തുക്കളായിട്ടെല്ലാം ചിത്രീകരിക്കുന്നത്. അഷ്ടദിക്പാലകർ എന്നെല്ലാം പറയുന്ന തരത്തിലാണ് അതിനെ കാണുക. അപ്പം ആറ്റത്തിൻ്റെ പുറത്തെ 8 വരെ ആകാൻ പറ്റുന്ന ഓർബിറ്റുകളിലെ ഇലക്ട്രോണുകളാണ് കത്തലിലെല്ലാം പങ്കെടുക്കുന്നത്. അതാണ് ഇവിടെ വസ്തുക്കളെ കൊണ്ടും രുദ്രനെ കൊണ്ടും സ്ഥിതി. അതോട് ചേർന്നിട്ടാണ് അത് സ്ഥിതി ചെയ്യുന്നത്. എന്നിട്ട് അത് പ്രകാശയുക്തമായ അഗ്നിയാണ്. ആ അഗ്നി കത്തുമ്പോൾ എന്ത് വരും? പ്രകാശം വരും. അത് യജമാനന്റെ സ്തുതികൾ കേട്ടിട്ട്, യജമാനന്റെ സ്തുതികൾ എന്ന് പറഞ്ഞാൽ യജമാനൻ ഉപയോഗിക്കുന്ന ശാസ്ത്രം, സയൻസിൻ്റെ അടിസ്ഥാനത്തിൽ അതെന്ത് ചെയ്യും? മനുഷ്യർക്ക് ധനം പ്രദാനം ചെയ്യും. നമ്മൾ സയൻസിൻ്റെ അടിസ്ഥാനത്തിൽ അഗ്നി ഉപയോഗിച്ച് ഒരു കർമ്മം ചെയ്യുമ്പോൾ നമ്മളുടെ ആഗ്രഹം അഗ്നി നിറവേറ്റി തരും, നമ്മൾ ധനം നേടും. സയൻസിൻ്റെ തത്വത്തിൽ നമ്മൾ അരിയും വെള്ളവും കൂടി ചോറാക്കിയാൽ നമുക്കത് ചോറായിട്ട് മാറും. ചോറ് വിറ്റിട്ട് പൈസ ഉണ്ടാക്കിയോ അല്ലെങ്കിൽ ചോറിൻ്റെ മൂല്യം വാല്യൂ ആഡഡ് പ്രൊഡക്റ്റായിട്ട് മാറും. അതിൻ്റെ മൂല്യം വർദ്ധിക്കും. അതായത് അതിൻ്റെ എല്ലാം നമ്മൾ തീരുമാനിക്കുന്ന പണത്തിൻ്റെ അടിസ്ഥാനത്തിലാണ്. ആ ധനം വർദ്ധിക്കും. ഇനി 4-ാമത്തേത് ഋഗ്വേദം മണ്ഡലം 1 സൂക്തം 58-4 വിവാദജൂതോ അസ അതസേഷു തിഷ്ഠതേ വൃഥാ ജുഹൂഹി ശൃണ്വാ തു വിഷ്വണ്ണി തൃഷു യദഗ്നേവനിനോ വൃഷായസേ കൃഷ്ണത ഏമ രുഷദൂർമേ അജരാ. വായുവിൻ്റെ സംയോഗത്തോടുകൂടി അത്യധികം ശബ്ദവാനായി അഗ്നി അരിവാളിന് തുല്യമായ നാവുകളാൽ മരങ്ങളിൽ പടർന്നു കയറുന്നു. ജരാരഹിതനും ദീപ്തിമാനും ജ്വാലായുക്തനുമായ അഗ്നി വനവൃക്ഷങ്ങളിൽ വൃഷഭ സമാനമായ ആചരണം അനുഷ്ഠിക്കുന്നു.
അഗ്നിയുടെ മാർഗങ്ങൾ കറുത്ത് ഇരുളുന്നു. ഇവിടെ അഗ്നി വായുവിൻ്റെ സംയോഗത്തോടു കൂടി അത്യധികം ശബ്ദവാനായിട്ട് അരിവാളിന് തുല്യമായ നാവുകളാൽ മരത്തിൽ പടർന്നു കയറുന്നു എന്ന് പറയുകയാണ്. വായുവിൻ്റെ സംയോഗത്താൽ. അപ്പം കത്താൻ എന്ത് വേണം? തീയണ്ടാണ്ടിക്കില് വായു വേണം. വായുവായിട്ട് ചേർന്നിട്ടാണ് കത്തുന്നത്. അപ്പം വായുവിൻ്റെ സംയോഗത്തോടു കൂടിയാണ് കത്തുന്നത്. കത്തിയിട്ട് അരിവാളിന് സമീപം എല്ലാം വെട്ടി നിരത്തുന്നത് പോലെ മരങ്ങളെയെല്ലാം പടർന്ന് കാട്ടുതീയെല്ലാം ഉണ്ടാകുന്ന തരത്തിൽ അതങ്ങ് വ്യാപിക്കുക, എല്ലാം കരിച്ചിട്ട് പോകും. അതെന്താണ്? മരങ്ങളിൽ പടർന്നു കയറുന്നത്. ജരാരഹിതനാണ്. അത് നേരത്തെ പറഞ്ഞതാണ്. അഗ്നിക്കൊരിക്കലും വയസ്സാവില്ല. ദീപ്തിമാനം, പ്രകാശമുള്ളവനാണ്, ജ്വാലയുള്ളവനാണ്. നീ വനവൃക്ഷങ്ങളിൽ ഋഷഭസമാനമായ ആചരണം അനുഷ്ഠിക്കുന്നു. നിന്റെ മാർഗങ്ങൾ കർത്തിരിക്കുന്നു. അപ്പോൾ മരങ്ങളിലെല്ലാം കയറി കടിച്ച് തിന്നുകളയും. മുഴുവൻ മരങ്ങളെയും കടിച്ച് നശിപ്പിച്ചിട്ട് അന്തരീക്ഷം മുഴുവൻ പുക നിറഞ്ഞിട്ട് ഒരു കറുത്ത ഇരുണ്ട അവസ്ഥയിലേക്ക് മാറുന്നു. നമുക്കറിയാം, കാട്ടുതീയെല്ലാം ഉണ്ടാകുമ്പോൾ ആ ദേശം മുഴുവൻ പുക കൊണ്ട് മൂടും. ഇനി അഞ്ചാമത്തത് ഋഗ്വേദം മണ്ഡലം 1 സൂക്തം 58-5. തപൂർജംഭോ വന ആവാദചോദിതോ യൂഥേന സ്വാഹ്വാം അവവാദി വംസകാം അഭിപ്രജന്നക്ഷിതം വാജസാരജസ്താതുശ്ചരരഥം ഭയതേ പദത്രിണഃ. ജ്വാലാരൂപമായ താടിയോടുകൂടിയവനും വിജേതാവുമായ അഗ്നി വായുവിനാൽ പ്രേരിതനായി വനങ്ങളിൽ കൂടി സഞ്ചരിക്കുമ്പോൾ ഗോ സമൂഹത്തിൽ കടന്ന കാളയ്ക്ക് സമാനമായി തീരുന്നു. അപ്പോൾ ആകാശവും ഭൂമിയും ഇളകുകയും ജീവജാലങ്ങളെല്ലാം ഞെട്ടിവിറയ്ക്കുകയും ചെയ്യുന്നു. ജ്വാലാരൂപമായ താടിയോടുകൂടിയ ഈ അഗ്നി. അപ്പൊ അഗ്നിയുടെ രൂപം എങ്ങനെയാണ്? ഒരു താടിയുടെ രൂപമാണ്. നേരത്തെ പറഞ്ഞ മാതിരി തന്നെ മുതുകിൻ്റെ രൂപമാണ് എന്നെല്ലാം പറഞ്ഞ മാതിരി അഗ്നിയുടെ രൂപം ജ്വാല ഒരു താടിയുടെ രൂപത്തോടുകൂടി വായുവിനെ പ്രേരിപ്പിച്ചു. അപ്പോൾ വായു ഉണ്ടെങ്കിലേ കത്തും. പിന്നെ വായുവിനെ പ്രേരിപ്പിക്കുക എന്ന് പറഞ്ഞാൽ കാറ്റ് വീശി അടിക്കുമ്പോൾ ആ കാറ്റിൻ്റെ ദിശയിലേക്ക് അതങ്ങ് കാട് മുഴുവൻ വ്യാപിക്കും. പ്രേരിതനായിട്ട് വനത്തിൽ നീന്തിക്കളിക്കുക അഗ്നി. നീന്തുന്ന മാതിരിയാണല്ലോ ഉള്ള കാട്ടുതീ പോകുന്നത്. നീന്തിക്കളിക്കുന്ന മാതിരി തിരമാല കണക്കെയാണ് കാട്ടുതീ ഇങ്ങനെ പടരുക. ഇപ്പം ഏതിനോടാണ് ഉപമിക്കുന്നത്? ഗോക്കളുള്ള സ്ഥലത്ത് കാള കയറിയ അവസ്ഥയാണ് സമാനമായി തീരുന്നു. ഗോക്കളുള്ളിടത്ത് കാള കയറി കഴിഞ്ഞാൽ അതിൻ്റെ പ്രകടനം ഉണ്ടല്ലോ, അതുപോലെയാണ് അതിൻ്റെ പോക്ക്. ഒന്നിൻ്റെ മേലെ ചെടികളെ മേലെ പാഞ്ഞ് കയറും. അപ്പോൾ ആകാശവും ഭൂമിയും ഇളകും. ജീവജാലങ്ങളെല്ലാം ഞെട്ടിവിറക്കും. അവിടെയുള്ള മൃഗങ്ങളെല്ലാം പേടിച്ചോടും. ജീവജാലങ്ങൾ, ആകാശവും ഭൂമിയെല്ലാം ഇളകും. ഇനി 6. ഋഗ്വേദം മണ്ഡലം 1 സൂക്തം 58-6. ദദിഷ്ടുവാ ഭൃഗവോ മാനുഷേഷുവാ ജയിംന ചാരും സുഹവം ജനേഭ്യ പോതാരമഗ്നേ അതിഥിം വരണ്യം മിത്രന്ന സേവം ദിവ്യായ ജന്മനേ. മനുഷ്യരുടെ നന്മയ്ക്ക് വേണ്ടി ആഹ്വാനം ചെയ്യപ്പെട്ട ഹോതാവും വരണീയനുമായ അതിഥിയും ദേവതകളുടെ മിത്രവുമായ അഗ്നിയെ ഭൃഗുക്കൾ മനുഷ്യരുടെ ഇടയിൽ സ്ഥാപിച്ചു. അഗ്നി മനുഷ്യരുടെ സുഖത്തിനായി ആഹ്വാനം ചെയ്ത ഹോതാവാണ്. മനുഷ്യരുടെ സുഖത്തിന് വേണ്ടിയാണ് അതിനെ ആഹ്വാനം ചെയ്ത് വിട്ടിരിക്കുന്നത്.
കാരണം നമുക്ക് സുഖം കിട്ടേണ്ടിയിട്ട് അഗ്നി വേണം. നമുക്ക് ഭക്ഷണം കഴിക്കേണ്ടിയിട്ട് എന്തിനും ശരീരം ചൂടാക്കി നിലനിർത്തണം, എല്ലാത്തിനും അഗ്നി വേണം. അഗ്നി ഉണ്ടെങ്കിലേ ഭൂമിയിൽ നിലനിൽക്കുള്ളൂ. അപ്പോൾ വരണീയനായ അതിഥിയാണ്. ഒരു അതിഥിയെ പോലെയാണ് അഗ്നി. നമ്മൾ സ്വീകരിക്കേണ്ട ഒരു അതിഥി പോലെ, നമ്മൾ വീട്ടിൽ വരുമ്പോൾ സ്വീകരിക്കേണ്ട ഒരു അതിഥിയെ പോലെയാണ് അഗ്നിയെ നമ്മൾ കാണേണ്ടത്. നമ്മൾ ആവശ്യമുള്ളപ്പോൾ വിളിച്ചാൽ ഇങ്ങ് വരും. ഇങ്ങനെ വരച്ചാൽ മാത്രം മതി. ദേവതകളുടെ മിത്രവുമാണ്. എല്ലാ വസ്തുക്കൾക്കും അഗ്നി ആവശ്യമുണ്ട്. അഗ്നിയിലൂടെയാണ് പുതിയ പുതിയ വസ്തുക്കൾ ആയിട്ട് മാറുന്നത്. നിങ്ങളെ ഭൃഗുക്കളാണ് ഇവിടെ മനുഷ്യരുടെ ഇടയിൽ സ്ഥാപിച്ചത്. അതായത് മനുഷ്യരുടെ ഇടയിൽ പണ്ട് മുതലേ അഗ്നിയെ പ്രതിഷ്ഠിച്ചിരിക്കുകയാണ് ഭൂമിയിൽ. മനുഷ്യർക്ക് വേണ്ടി ഒരു മിത്രത്തെ പോലെ ഭൂമിയിൽ പ്രതിഷ്ഠിച്ചിരിക്കുകയാണ്. ഇനി ഏഴാമത്തത് ഋഗ്വേദ മണ്ഡലം 1 സൂക്തം 58-7. ഹോതാരം സപ്തജുഹോയജിഷ്ടം യം വാഘതോ വൃണതേ അധ്വരേഷു അഗ്നിം വിശേഷാമരതിം വസൂനാം സപര്യാമി പ്രയസായാമി രത്നം. ആഹ്വാന കർത്താക്കൾ വഴി 7 ഋത്വിജ ശ്രേഷ്ഠന്മാരെയും അതുപോലെ ഹോതാവായ അഗ്നിയെയും യജ്ഞത്തിൽ വരിക്കുന്നു. അവരെ അന്നരൂപമായ ഹവിസിനാൽ സേവനം ചെയ്തുകൊണ്ട് രമണീയമായ രത്നത്തെ ഞാൻ യാചിക്കുന്നു. ആഹ്വാനം ചെയ്യുന്ന, അഗ്നിയോട് ആഹ്വാനം ചെയ്യുന്നവരെ 7 ഋത്വിജ ശ്രേഷ്ഠന്മാരെയും അതുപോലെ ഹോതാവായ അഗ്നിയെയും ആഹ്വാന യജ്ഞത്തിൽ വരിക്കുന്നു. നമ്മൾ അഗ്നിയെ 7 തരത്തിലാണ് അഗ്നിയെ വരിക്കുന്നത്. അഗ്നി രാസപ്രവർത്തനത്തിലൂടെയാണ് അഗ്നി ഉണ്ടാകുന്നത്. കെമിസ്ട്രി പഠിച്ചവർക്കറിയാം, രാസപ്രവർത്തനം നടക്കുമ്പോഴാണ് അതിനകത്ത് അഗ്നി പുറത്തേക്ക് വരുന്നത്. ഈ രാസപ്രവർത്തനം നടക്കുന്ന വസ്തുക്കളെ 7 ആയിട്ടാണ് പീരിയോഡിക് ടേബിളിൽ മാറ്റിയിരിക്കുന്നത്. പീരിയോഡിക് ടേബിൾ 8 ഉണ്ട്. 1 ഇനേർട്ട് ഗ്യാസാണ്, അത് കത്താനൊന്നും സഹായിക്കില്ല. ബാക്കിയുള്ള 7-ൽ പെടുന്ന വസ്തുക്കളാണ് കത്താൻ സഹായിക്കുന്നത്. ഇപ്പൊ 7 ഋത്വിജ ശ്രേഷ്ഠന്മാരോടെയാണ് വരിക്കുന്നത്. അപ്പോൾ ഈ പ്രപഞ്ചത്തിലുള്ള വസ്തുക്കൾ 8 കാറ്റഗറി ആയി തിരിച്ചിട്ടുള്ള അതാണ് പീരിയോഡിക് ടേബിള്. അതിൽ 7 എണ്ണമാണ്, 7-ലുള്ള വസ്തുക്കളാണ് നമുക്ക് കത്തുന്നതിൽ സഹായിക്കുന്ന, പങ്കെടുക്കുന്ന വസ്തുക്കൾ. എന്നിട്ടോ അതിലൂടെയാണ് നമ്മൾ അഗ്നി, അത്തരം വസ്തുക്കളിലൂടെയാണ് നമ്മൾ അഗ്നിയെ ആഹ്വാനം ചെയ്യുന്നത്. അങ്ങനെ അന്നരൂപമായ ഹവസിനാൽ സേവനം ചെയ്തുകൊണ്ട് അത്തരം വസ്തുക്കൾ ഉപയോഗിച്ച് പീരിയോഡിക് ടേബിളിലെ 7 തരം വസ്തുക്കൾ, 7 ഗ്രൂപ്പിൽപ്പെട്ട വസ്തുക്കളെ ഉപയോഗിച്ചുകൊണ്ട് നമ്മൾ അന്നരൂപത്തിൽ ഹവിസിനാൽ അത് നമ്മളെ സേവിക്കുന്നു. അപ്പം 7 ഗ്രൂപ്പിലുള്ള വസ്തുക്കൾ ഉപയോഗിച്ചുകൊണ്ടാണ് അഗ്നി ഉപയോഗിച്ചിട്ട് നമ്മൾ അന്നം, നമുക്ക് വേണ്ട വസ്തുക്കൾ ഉണ്ടാക്കുന്നത്. അതിലൂടെ രമണീയമായ രത്നത്തെ ഞാൻ യാചിക്കുന്നു. രത്നം എന്ന് പറയുമ്പോൾ ധനമായിട്ട് ഇവിടെ കാണണം. അതിലൂടെ അത്തരം 7 ഗ്രൂപ്പിൽപ്പെട്ട വസ്തുക്കളിലൂടെ യജ്ഞം ചെയ്തുകൊണ്ട്, അഗ്നിയുടെ സഹായത്താൽ യജ്ഞം ചെയ്തുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യുന്നു? ധനത്തെ യാചിക്കുന്നു. ആരോട്? അഗ്നിയോട്. ഇനി 8-ാമത്തെ ഋഗ്വേദ മണ്ഡലം 1 സൂക്തം 58-8. അച്ഛിദ്രാസൂനോ സഹസോനോ അദ്യ സ്തോതൃഭ്യോ മിത്രമഹ ശർമ്മയച്ഛ അഗ്നി ഗൃണന്തമംഹസ ഉരുഷോർജോ നഭാത് പൂർഭിർ ആയസീഭിഃ. മിത്രങ്ങളെ സുഖിപ്പിക്കുന്ന അഗ്നി ഞങ്ങളാകുന്ന സ്തോതാക്കൾക്ക് ഉത്തമമായ ആശ്രയം നൽകുകയും പാപങ്ങളിൽ നിന്ന് രക്ഷിക്കുകയും ചെയ്യുന്നു.
ഹേ ബലപുത്ര, ബലത്തിൽ നിന്നുണ്ടായവനെ, അല്ലെങ്കിൽ ഒരച്ചിട്ട് ബലം പ്രയോഗിച്ച് ഒരച്ചിട്ട് ഉണ്ടാക്കുന്ന അഗ്നിയെ, അതായത് സാധാരണ അഗ്നിയെ, മിത്രങ്ങളെ സുഖിപ്പിക്കുന്ന അഗ്നി. അഗ്നിയുടെ മിത്രങ്ങൾ ആരാണ്? നമ്മളെല്ലാം അത് സുഖിപ്പിക്കും. എങ്ങനെയെല്ലാം സുഖിപ്പിക്കും? നമുക്ക് ആഗ്രഹമുള്ള എല്ലാം സാധിപ്പിച്ചു തന്നിട്ട് ഭക്ഷണം പാകം ചെയ്യേണ്ടിക്ക് ഭക്ഷണം പാകം ചെയ്തു തരും. വെളിച്ചം വേണ്ടിക്കൽ കത്തിച്ചു വെച്ചാൽ മതി, വെളിച്ചം തരും. പടക്ക രൂപത്തിൽ ചിലപ്പം പുറത്ത് കണ്ണിന് ഇമ്പം നൽകും. അപ്പം അങ്ങനെ സൂചിപ്പിക്കുന്ന അഗ്നി ഭഗവാനെ അപ്പം ഭഗവാൻ എന്നാണ് വിളിക്കുന്നത്. ഭഗവാൻ എന്ന് പറയുമ്പോൾ നമുക്ക് എപ്പോഴും പിന്നെ കണ്ണു മൂക്ക് എല്ലാം വെച്ച രൂപം മനസ്സിൽ വന്നേക്കും. ഇത് ഭഗവാൻ എന്ന് പറഞ്ഞാൽ നമ്മളെ സഹായിക്കുന്ന ശക്തി അഗ്നി തന്നെയാണ്. എല്ലാം നമ്മളെ കൂടെ നിൽക്കുന്ന അഗ്നിയാണ്. വേറെ ഒന്നും ആരെ വിളിച്ചാലും വരാൻ പോകുന്നില്ല. എന്നിട്ടോ നമ്മളാകുന്ന സ്തോതാക്കൾ എന്ന് പറഞ്ഞാൽ നമ്മളെ സയൻസിലൂടെ, സയൻസിലൂടെയാണ് നിന്നെ സമീപിക്കുന്നത്. ഇപ്പം തീ ഉണ്ടാക്കാൻ തന്നെ സയൻസിലൂടെയാണ് നമ്മൾ ശ്രമിക്കുന്നത്. അല്ലാതെ 2 ഇല എടുത്തിട്ട് വരച്ചു കഴിഞ്ഞാൽ തീ ഉണ്ടാവില്ല. തീ ഉണ്ടാണ്ടെങ്കിൽ അതിന് പറ്റിയ വസ്തുക്കൾ വരക്കുമ്പോൾ ചൂടുണ്ടാവും. പക്ഷേ ചൂടുണ്ടാകുമ്പോൾ ആ ചൂടിന് കത്തുന്ന സാധനവും അവിടെ വേണം. അതുകൊണ്ടാണ് അരണി എടുത്തിരിക്കുന്നത്. എല്ലാ മരവും വരച്ച് കഴിഞ്ഞാൽ ഒന്നും തീ പിടിക്കാൻ പോകുന്നില്ല. അപ്പം തീ പിടിക്കണ്ടെങ്കിൽ ഉരക്കുമ്പോൾ ചൂടുണ്ടാവും, ഉടനെ തീ പിടിക്കുന്ന വസ്തു അതിൻ്റെ അകത്ത്. അതുകൊണ്ടാണ് തീപ്പെട്ടിക്കൊള്ളതിൻ്റെ ഉരക്കുമ്പോൾ ചൂടുണ്ടാവും, അപ്പം തന്നെ തീ പിടിക്കുന്ന വസ്തു അവിടെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അതാണ് തീ പിടിക്കുന്നത്. അപ്പോൾ അതിന് സയൻസ് ഉണ്ട്. ഇപ്പം സയൻസിലൂടെ നാം നിങ്ങളെ സമീപിക്കുമ്പോൾ നീ എന്ത് ചെയ്യണം? നീ നമുക്ക് ആശ്രയം നൽകുക. നമ്മുടെ എല്ലാ പ്രശ്നങ്ങൾക്കും നമ്മുടെ കൂടെ നീ ആശ്രയമായിട്ട് നിൽക്കുക. നമ്മുടെ പാപത്തിൽ നിന്ന് മുക്തമാക്കുക. പാപം എന്ന് പറഞ്ഞാൽ കഷ്ടപ്പാട്, ദുരിതം. ഇതിനാണ് പാപം എന്ന് പറയുന്നത്. വിശക്കുമ്പോൾ ഭക്ഷണം ഉണ്ടാക്കിത്തരും, ദാഹിക്കുമ്പോൾ നല്ല ചൂടുവെള്ളം ഉണ്ടാക്കിത്തരും. അങ്ങനെ നമ്മളെ പാപങ്ങളിൽ നിന്നെല്ലാം നമ്മളെ കഷ്ടപ്പാട്, ദുരിതങ്ങളെല്ലാം മാറ്റിത്തരും ആര്? അഗ്നി. ഇനി 9ാമത്തെ ഋഗ്വേദ മണ്ഡലം 1 സൂക്തം 58-9. ഭവാവരൂഥം ഗൃണതേ വിഭാവോ ഭവാമഖവൻ മഖവഭ്യ ശർമ്മ ഉരുഷ്വാഗ്നി അംഹസോ ഗൃണന്തം പ്രാധർമ്മ ക്ഷുതിയ വസുർജഗമ്യാത്. സ്തോതാവിന് ആശ്രയരൂപമായി ധനവാന്മാർക്ക് ശരണം നൽകാനും പ്രഭാതകാലത്ത് അതിശീഘ്രം ആഗതനായി എന്നെ പാപങ്ങളിൽ നിന്നും രക്ഷിക്കാനും അഗ്നിയോട് അപേക്ഷിക്കുന്നു. ഇവിടെ പ്രദീപ്തനെ എന്ന് പറഞ്ഞുകൊണ്ട് പറയുകയാണ്. അതായത് പ്രകാശവാനാണ്. നമ്മളെ എല്ലാ പ്രകാശങ്ങൾ, എല്ലാ സൗഭാഗ്യത്തിന് പിന്നിലുള്ള, അല്ലെങ്കിൽ നമുക്ക് പ്രകാശം നൽകുന്ന, അല്ലെങ്കിൽ ഊർജം നൽകുന്ന, ഈ തരത്തിലെല്ലാം ശോഭിക്കുന്ന അഗ്നിയോട് പറയുകയാണ് സ്തോതാവിൻ്റെ ആശ്രയരൂപമായി. സ്തോതാവിനെന്നുള്ള സ്തുതികൾ ചെയ്യുന്നവന്. നമ്മൾ എന്ത് കർമ്മം ചെയ്യുമ്പോഴും സയൻസിൻ്റെ അടിസ്ഥാനത്തിൽ വേണം കർമ്മം ചെയ്യാൻ. എല്ലാതും അഗ്നിയൊന്നും ചെയ്യാൻ പറ്റില്ല. നമുക്ക് അഗ്നിനെ കൊണ്ട് നമുക്ക് ഗുണം എന്താണ്? ഈ അഗ്നി സയൻസിൻ്റെ അടിസ്ഥാനത്തിൽ അതിനെ ഉപയോഗിച്ചാൽ, ഇപ്പം ചായ ഉണ്ടാക്കേണ്ടെങ്കിൽ സയൻസ് ഉണ്ട്. ആ സയൻസിനെയാണ് പാചക ക്രമം എന്നെല്ലാം പറയുന്നത്. അപ്പോൾ അത്തരത്തിൽ നമ്മൾ ചെയ്തു കഴിഞ്ഞാൽ അത് നമുക്ക് ചായ ഉണ്ടാക്കിത്തരും, ചോറുണ്ടാക്കിത്തരും, എന്തെല്ലാം വേണ്ടിക്ക് അതെല്ലാം ഉണ്ടാക്കിത്തരും. എന്നിട്ട് അതിൻ്റെ എന്ത് ചെയ്യും? ധനവാന്മാർക്ക് ശരണം നൽകും. അതിലൂടെ നമുക്ക് എന്ത് ചെയ്യും? ധരണം നൽകും. അപ്പം നമ്മൾ അഗ്നി ഉപയോഗിച്ചിട്ട് പലതര കർമ്മങ്ങൾ ചെയ്യുമ്പോൾ നമ്മൾ വ്യവസായങ്ങൾ തുടങ്ങി എന്തോ സാധനങ്ങൾ ഉൽപ്പാദിപ്പിച്ചാൽ നമുക്ക് ധനം കിട്ടും. അതുകൊണ്ട് നീ എന്ത് വേണം? അപ്പം നമ്മളെ ധനവാന്മാരാക്കണ്ടെങ്കിൽ ഈ അഗ്നി ഉപയോഗിച്ചിട്ടാണ്. നമ്മൾ അടുപ്പിലെല്ലാം ഹോട്ടലുകാരെല്ലാം പാചകം ചെയ്തിട്ട് ഒന്നുമില്ലെങ്കിൽ ആ കപ്പലണ്ടിക്കാരനും അവിടെ കടന്നിട്ട് കപ്പലണ്ടി വറുത്തിട്ടാണ് ജീവിക്കുന്നത്, ധനം കിട്ടുന്നത്. അപ്പം അതിനോട് എന്ത് പറയാണ്? നീ പ്രഭാതത്തിൽ ശീഘ്രം ആഗതനായിട്ട്. അപ്പം രാവിലെ തന്നെ നീ വരണം. കാരണം നമ്മൾ രാവിലെ എണീക്കുന്നതിനാണ്, കർമ്മം ചെയ്യാനാണ്.
അപ്പം രാവിലെ തന്നെ നീ വരണം എന്ന് പറയുകയാണ്. എന്തിനു വേണ്ടിയിട്ട്? നമ്മളെ പാപങ്ങളിൽ നിന്ന് രക്ഷിക്കാൻ. എന്താണ് പാപം? നമുക്ക് കഷ്ടപ്പാട് ബുദ്ധിമുട്ടുണ്ടാകുന്നതാണ് പാപം. ഇപ്പം രാവിലെ എണീക്കുമ്പോൾ തന്നെ ഒരു കഷ്ടപ്പാടുണ്ട്, ഒരു അലസത. ഇപ്പം എന്ത് ചെയ്താൽ മതി? ഒരു ചായ കുടിച്ചു കഴിഞ്ഞാൽ ഒരു ഉന്മേഷം കിട്ടും. അപ്പം അതിനോട് പറഞ്ഞു കഴിഞ്ഞാൽ ചായപ്പൊടിയും വെള്ളം എല്ലാം കൊടുത്തു കഴിഞ്ഞിട്ടൊന്ന് അഗ്നീനെ വിളിച്ചു കഴിഞ്ഞാൽ അഗ്നി ചായ ഉണ്ടാക്കി തരും. അപ്പം നമുക്കൊരു ഉന്മേഷം കിട്ടും, പിന്നെ ജോലി എല്ലാം ചെയ്യാം. പിന്നെ ബാക്കിയുള്ള എല്ലാ കർമ്മത്തിൻ്റെ പിന്നിലും ആര് തന്നെയാണുള്ളത്? അഗ്നി തന്നെയാണുള്ളത്. അഗ്നിയിലൂടെ പല പല ഉൽപ്പന്നങ്ങൾ ഉണ്ടാക്കി കർമ്മങ്ങൾ ചെയ്ത് നമ്മുടെ എല്ലാ പ്രശ്നങ്ങളും, വിശപ്പുണ്ടെങ്കിൽ വിശപ്പ് മാറ്റിത്തരും, പണം വേണ്ടിയിട്ട് പണം ഉണ്ടാക്കിത്തരും. നമ്മളെ കഷ്ടപ്പാട് നീങ്ങുമ്പോൾ പാപം ഇല്ലാതെയാകും. അപ്പം പാപം ഇല്ലാതാകുക എന്ന് പറഞ്ഞാൽ നമ്മളെ കഷ്ടപ്പാടുകളെല്ലാം മാറ്റുക. അതിന് എന്ത് വേണം? നീ രാവിലെ വരണമെന്ന് പറയണം, താമസിച്ച് പോകരുത്.